ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി വനജ ദിവാകരനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ധാരണപ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന ലീന ഡേവിസ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിധികർത്താക്കളുടേത് തെറ്റായ തീരുമാനമാണെന്ന് ആരോപിച്ച് ചാലക്കുടി സബ് ജില്ലാ കലോത്സവ വേദി തർക്കവേദിയായി. ദഫ്മുട്ടിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമിന് ഒന്നാം സ്ഥാനം നൽകിയെന്ന് ആരോപിച്ചായിരുന്നു തർക്കം. KSRTC ഓർഡിനറി ബസിന് പുറകിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച അപകടം. 4 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത കൊടകരയിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വാർത്തകൾ വിശദമായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വനജ ദിവാകരനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ധാരണപ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന ലീന ഡേവിസ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 13-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 8ഉം LDFന് 5ഉം അംഗങ്ങളാണുള്ളത്. ജില്ലാ സപ്ലൈസ് ഓഫീസർ TK ബേബി സിറാജ് ആയിരുന്നു വരണാധികാരി. മുരിങ്ങൂർ ഡിവിഷൻ മെമ്പറാണ് വനജ ദിവാകരൻ. PK ജേക്കബാണ് വനജ ദിവാകരന്റെ പേര് നിർദ്ദേശിച്ചത്. CL ആന്റണി പിന്താങ്ങി. LDF സ്ഥാനാർത്ഥിയായി ചിറങ്ങര ഡിവിഷൻ മെമ്പർ സിന്ധു രവിയുടെ പേര് ബീന രവീന്ദ്രൻ നിർദ്ദേശിച്ചു. MD ബാഹുലയൻ പിന്താങ്ങി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വനജ ദിവാകരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വിധികർത്താക്കളുടേത് തെറ്റായ തീരുമാനമാണെന്ന് ആരോപിച്ച് ചാലക്കുടി സബ് ജില്ലാ കലോത്സവ വേദി തർക്കവേദിയായി. നവംബർ 18 മുതൽ 21 വരെയുള്ള തീയതികളിൽ കൊടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചാലക്കുടി സബ് ജില്ലാ കലോത്സവത്തിന്റെ 2ാം ദിനമാണ് സംഭവം. കൊടകര ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഗ്രൂപ്പ് മത്സരങ്ങളിൽ ദഫ്മുട്ടിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമിന് 1ാം സ്ഥാനം നൽകിയെന്നാരോപിച്ച് മറ്റ് ടീം അംഗങ്ങളും രക്ഷിതാക്കളും കാണികളും രംഗത്ത് വരികയായിരുന്നു. സംഘാടക സമിതി അംഗങ്ങൾ ഇടപെട്ട് തർക്കമുള്ളവർക്ക് അപ്പീൽ നൽകാമെന്നും മത്സരം മുഴുവനും വീഡിയോ പകർപ്പുള്ളതാണെന്നും ബോധ്യപ്പെടുത്തിയതോടെയാണ് തുടർന്നുള്ള മത്സരങ്ങൾ നടത്താനായത്. KSRTC ഓർഡിനറി ബസിന് പുറകിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച അപകടം. 4 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത കൊടകരയിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കളയിക്കാവിളയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ചാലക്കുടിയിൽ നിന്നും തൃശ്ശൂർക്ക് പോകുകയായിരുന്ന KSRTC ബസിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. കൊടകരയിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നിടത്തായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. നിലവിളക്ക്, ഉരുളി ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ കവർന്നു. ശ്രീനാരായണ വായനശാലയ്ക്ക് സമീപം മേനോത്ത് മാധവൻ മകൻ രതീഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. രതീഷ് കുടുംബസമേതം വിദേശത്താണ്. അടച്ചിട്ട വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. വീടിനകത്തുണ്ടായിരുന്ന 2 നിലവിളക്ക്, വലിയ കുട്ടകം, ചെമ്പ് പാത്രങ്ങൾ തുടങ്ങിയവയാണ് കവർന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മോഷണം നടന്നിട്ടുള്ളതെന്ന് പറയുന്നു. 2 നാടോടി സ്ത്രീകളെ പരിസരത്ത് കണ്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. തൊട്ടടുത്ത് താമസിക്കുന്ന രതീഷിന്റെ സഹോദരൻ രമേശ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 1.5 വർഷം മുമ്പും ഇതേ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട്. കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. CV സെന്ററിനടുത്ത് ഒരു വീട്ടിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അധ്യാപകൻ എഴുതിയ വരികൾക്ക് അധ്യാപിക ഈണം നൽകുകയും അധ്യാപകർ ആലപിക്കുകയും വിദ്യാർത്ഥികൾ ചുവടുവെച്ചതും
ഉപജില്ലാ കലോത്സവത്തിൽ വേറിട്ട കാഴ്ചയായി. കൊടകരയിൽ നടക്കുന്ന ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ സ്വാഗതഗാനമാണ് കലോത്സവ വേദിയിൽ വേറിട്ട കാഴ്ചയായി മാറിയത്. ഇതിനോടകം തന്നെ നിരവധി ആൽബങ്ങളിലും ചലച്ചിത്രങ്ങളിലും ഗാനങ്ങൾ എഴുതിയ കോടാലി സ്വദേശിയും ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സംസ്കൃതം അധ്യാപകനുമായ ഡോക്ടർ നിതീഷ് ഗോപിയാണ് പുലരീത നന്ദുണിയിൽ പുതുമയേഴും കഥ പാടി വന്നൊരു നേരം ഒന്നുചേരാം എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത്. അധ്യാപികയായ റിജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. ഉപജില്ലയിലെ അധ്യാപകരായ ആശ സുബ്രഹ്മണ്യൻ, ശ്രീകുട്ടി, ജാനറ്റ്, ശ്രീകുമാർ, അക്ഷയ് തുടങ്ങിയ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഗാനം ആലപിച്ചത്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളായ ആദിലക്ഷ്മി, ഇസബെല്ല, ഹരിത, ഗൗരിനന്ദ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സ്വാഗതഗാനത്തിന് നൃത്തച്ചുവടുകൾ വെച്ചത്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഗാനം എഴുതിയതും അത് ചിട്ടപ്പെടുത്തി ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. മീഡിയ ടൈം, കൊടകര. മാള ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കേരളോത്സവം 2024 സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ മാള ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് യൂത്ത് ക്ലബ്ബുകൾ, കലാ സാംസ്കാരിക സംഘടനകൾ, കുടുംബശ്രീ, കലാ കായിക രംഗത്തെ പ്രമുഖർ, യുവജന രാഷ്ട്രീയ സംഘടനകൾ, സഹകരണ സംഘം സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപന തലവന്മാർ തുടങ്ങിയവരുടെ ബഹുജന പങ്കാളിത്തത്തോടെയാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കലാകായിക മത്സരങ്ങൾ വളരെ വിപുലമായി നവംബർ 24 മുതൽ ഡിസംബർ 8 വരെയുള്ള തീയതികളിൽ പഞ്ചായത്തിലെ വിവിധ വേദികളിൽ നടത്താൻ തീരുമാനിച്ചു. 15 വയസ്സ് തികഞ്ഞവരും 40 വയസ്സ് കവിയാത്തവരുമായ മാള പഞ്ചായത്ത് നിവാസികൾക്ക് ക്ലബിന്റെ പേരിലും വ്യക്തിപരമായും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപേക്ഷാ ഫോമുകൾ പഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്നും വിതരണം ചെയ്യുന്നു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 21 വൈകിട്ട് 4 മണി വരെയാണ്. എടത്തിരുത്തി എറാക്കൽ റോഡിൽ ബൈക്ക് കുളത്തിൽ വീണു. ബൈക്ക് യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചന്ദ്രാപിന്നി CV സെന്ററിന് സമീപം തേവർക്കാട്ടിൽ സായൂജാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം. എറക്കൽ റോഡിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു. ഇതറിയാതെ രാത്രി ഇതുവഴി വന്ന സായുജ് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ പടിഞ്ഞാറേ സൈഡിലൂടെ കടന്നപ്പോഴാണ് പാടത്തെ കുളത്തിലേക്ക് ബൈക്ക് വീണത്. സായുജ് ബൈക്കിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. സാധാരണ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് റിബൺ കെട്ടി അപകട മുന്നറിയിപ്പ് വെക്കാറുണ്ടെങ്കിലും ഇന്നലെ അതുണ്ടായിരുന്നില്ലെന്ന് പറയുന്നു. കുളത്തിൽ നിന്ന് ബൈക്ക് നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്തു. പുത്തൻ സാങ്കേതിക മികവോടെ പുതുതലമുറയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും മികച്ച സേവനങ്ങളുമായി മാളയിൽ ക്രൗൺ ലെക്സ് മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് യൂണിസെക്സ് സലൂൺ പ്രവർത്തനം ആരംഭിച്ചു. മാള ഈസ്റ്റ് ബസാർ റോഡിൽ ആരംഭിച്ചിരിക്കുന്ന ക്രൗൺ ലെക്സ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ഭാമ നിർവഹിച്ചു. ഇന്നിപ്പോൾ ഇവിടെ ക്രൗൺ ലെക്സ് ബ്യൂട്ടി പാർലർ യൂണിസെക്സ് സലൂണിൻ്റെ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് എത്തിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. താങ്ക് യു. സിനിമാ താരം രാജീവ് മുഖ്യാതിഥിയായിരുന്നു. ഒരുപാട് സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ സ്ഥാപനം വളരെ വലിയൊരു സംരംഭമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഭയങ്കര ടെൻഷനാണ്. നിങ്ങളെല്ലാവരും ഭയങ്കര സീരിയസ് എടുക്കാനുള്ളതല്ലേ. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, പഞ്ചായത്ത് അംഗം ഉഷാ ബാലൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഹെയർ കട്ട്, ഹെയർ സ്റ്റൈലിംഗ്,
ഹെയർ കളർ, ഹെയർ സ്പാ, ഹെയർ മസാജ്, ഹെയർ സ്മൂത്തനിങ്, ഫേസ് മസാജ്, ഫേഷ്യൽ, മാനിക്യൂർ, പെഡിക്യൂർ, നെയിൽ ആർട്ട്, ത്രെഡിംഗ്, വാക്സിംഗ്, ബ്രൈഡൽ ഗ്രൂമിംഗ്, ബോട്ടോക്സിംഗ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ക്രൗൺലെക്സിൽ ചെയ്തു നൽകുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 മാസം എല്ലാ സേവനങ്ങൾക്കും 15% ഡിസ്കൗണ്ട് ഓഫറും ലഭ്യമാണ്. ക്രൗൺലെക്സ് മാനേജിംഗ് പാർട്ട്നേഴ്സ്, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി വനജ ദിവാകരനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ധാരണപ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന ലീന ഡേവിസ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിധികർത്താക്കളുടേത് തെറ്റായ തീരുമാനമാണെന്ന് ആരോപിച്ച് ചാലക്കുടി സബ് ജില്ലാ കലോത്സവ വേദി തർക്കവേദിയായി. ദഫ്മുട്ടിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമിന് 1ാം സ്ഥാനം നൽകിയെന്ന് ആരോപിച്ചായിരുന്നു തർക്കം. KSRTC ഓർഡിനറി ബസിന് പുറകിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച അപകടം. 4 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത കൊടകരയിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നന്ദി.